ഹലോ, നെക്സ്റ്റ് ജെൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സെൻറ്റർ അരീക്കോടിലെ സ്റ്റാഫുകൾ പറയുന്ന ഓരോ കാര്യവും നമുക്ക് കേട്ടാലോ. അപ്പോൾ അവർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. മാഡത്തിന്റെ പേരെന്താണ്? പേര് ഗ്രീഷ്മ എന്നാണ്. ഇവിടെ ഏത് സർവീസ് ആണ് പ്രൊവൈഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്കൊക്കെയാണ് ഇത് പ്രൊവൈഡ്? നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ലേണിംഗ് ഡിസേബിലിറ്റിക്കുള്ള മക്കൾക്ക്, അതുപോലെ ഓട്ടിസം, ഡൗൺ സിൻഡ്രം, ID ഇത്രയും കുട്ടികൾക്കാണ് നമ്മൾ പ്രധാനമായിട്ടും ട്രെയിനിങ് നൽകുന്നത്. ആക്ടിവിറ്റീസിലൂടെയുള്ള ട്രെയിനിങ് ആണ് നെക്സ്റ്റ് ജെന്നിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനുള്ള പ്രതീക്ഷ ഉണ്ട്. എൻ്റെ പേര് ശാന്ത. ഇവിടെ ഏത് സർവീസിലാണ് ഇവിടെ പ്രൊവൈഡ്? ഞാൻ കൗൺസിലിങ്ങായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ സർവീസ് കൊടുക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ ആദ്യമായിട്ട് തുടങ്ങിയൊരു സംരംഭമാണിത്. അപ്പം ഞാൻ കൗൺസിലിങ്ങും പഠിച്ചിട്ടുണ്ട്, തെറാപ്പിയും പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം കൂടുതൽ പേർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു കൗൺസിൽ സേവനം കൊടുക്കുക. എല്ലാവർക്കും അത്രമാത്രം ടെൻഷനാണ് ജീവിതത്തിൽ, ആധുനിക ജീവിതത്തിൽ. കാരണം ആത്മഹത്യാ പ്രവണത കൂടുകയാണ്, വീട്ടിൽ എപ്പോഴും കലഹം, അങ്ങനത്തെ പ്രശ്നങ്ങൾ, പിന്നെ സാമ്പത്തിക പ്രശ്നത്താൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പിന്നെ മക്കൾ അവർക്ക് അമിതമായ മൊബൈലിൻ്റെ ഉപയോഗം കൊണ്ട് കുട്ടികൾക്കുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഒരു കുട്ടി അടുത്ത വീട്ടിലെ കുട്ടി പഠിക്കും, മറ്റേ കുട്ടിയെ പഠിക്കുകയില്ല എന്നുള്ള അങ്ങനെ മാനസികപരമായ പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ കൂടെ നേരിടുകയാണ്. അപ്പോൾ നമ്മളെ ഇന്ത്യയിൽ തന്നെ കുറേ ആളുകൾക്ക്, അധികം പേർക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നമ്മളെ കേരളത്തിലാണ് പൊതുവെ ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു കൗൺസിൽ സെൻ്റർ തുടങ്ങുകയാണെങ്കിൽ ആൾക്കാർക്ക് അതൊക്കെ നല്ലൊരു ഉപകാരപ്രദമായിരിക്കും. ഞാൻ നേഴ്സിംഗായിട്ട് ബന്ധപ്പെട്ടാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് അത് ഒന്നും കൂടി എളുപ്പമായത് കൊണ്ടാണ് ഞാൻ ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ വിഷയം പിന്നെയും പഠിച്ച് ഇതിക്ക് ഈ മേഖലയ്ക്ക് വേണ്ടി വന്നത്. ഇഷ്ടപ്പെട്ടൊരു വിഷയമായതുകൊണ്ട്. താങ്ക് യു. മാഡത്തിന്റെ പേരെന്താണ്? ഇവിടെ ഏത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കൗൺസിലിംഗ്. ഈ കൗൺസിലിങ്ങിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? കൗൺസിലിങ്ങിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് തെറ്റിദ്ധാരണകൾ അധികമുണ്ട്. അതായത് മാനസിക രോഗികൾക്കുള്ളതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനുള്ളതാണോ എന്ന്. അപ്പോൾ ഒരിക്കലുമല്ല. നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ മനസ്സിന് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് കൗൺസിലർ സെൻറ്റർ. അപ്പം ഈ ഒരു കൗൺസിലറെ കണ്ടാലും മതി, മരുന്നില്ലാതെ ഗുളികയില്ലാതെ നമുക്ക് മനസ്സിന് മറ്റുള്ളവർക്ക് ആശ്വാസം കണ്ടെത്തുക. അവർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു സംഭവം തന്നെയല്ലേ നമ്മളൊരാൾ കേൾക്കാനുണ്ടാവുക എന്നുള്ളത്. അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സഹായമാണ്. അവരെ വിശ്വസ്തയോട് കൂടിയിട്ട് കേൾക്കുക, അവർക്ക് പരിഹാരം കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരിത് ചെറുപ്പത്തിലേ എനിക്ക് തോന്നി. അതുകൊണ്ട് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തു. ആര്യ KV. ഇവിടെ ഏത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാൻ കുട്ടികൾക്ക് അബാക്കസും എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാനും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അബാക്കസ് പൊതുവെ എല്ലാവർക്കും അബാക്കസ് എന്താണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അബാക്കസ് എന്ന് പറയുന്നത് കുട്ടികളുടെ മസ്തിഷ്കത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹ്രസ്വകാല പരിശീലനമാണ് അബാക്കസ് കൊണ്ട് കുട്ടികൾക്ക് നല്ല കോൺഫിഡൻസ്, ഓർമ്മശക്തി, എഴുത്തിലെ സ്പീഡ്. അതായത് ചില കുട്ടികളുണ്ടാവും പതുക്കെ എഴുതുള്ളൂ, ആലോചിച്ചിങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ അബാക്കസ് പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ എക്സാം പെട്ടെന്ന് എഴുതാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണക്കൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരു കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ ഒന്നും ഇല്ലാതെ മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അബാക്കസിൻ്റെ പരിശീലനം ഒരുപാട് സഹായകമാണ്. പിന്നെ അതേപോലെ അബാക്കസ് എന്ന് പറയുന്നത് ഇതാണ്, അബാക്കസിൻ്റെ ടൂൾ ഇതാണ്. ഈ ടൂള് വെച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ അബാക്കസ് പരിശീലിപ്പിക്കുന്നത്. അബാക്കസിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരുപാട് വർക്ക്ഷീറ്റുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വർക്ക്ഷീറ്റ് A ആണ്. ഈ വർക്ക്ഷീറ്റ് കുട്ടികൾ മുഴുവനാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക്, അതായത് ഈ വർക്ക്ഷീറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് 1 2 3 നമ്പേഴ്സൊക്കെ, അതായത് ചെറിയ നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ കോൺഫിഡൻസ് ആയിട്ട് അവർക്ക്
ആൻസർ പറയാൻ കഴിയും, അതായത് കാണാതെ ആൻസർ പറയാൻ കഴിയും. അങ്ങനെ ഓരോ ലെവലായിട്ടാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും കൂടി ഇവിടെ എടുക്കുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻസും കാര്യങ്ങളും ഒരു സൈഡിൽ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ദിവസം ഒരു സെൻറ്റൻസ് കുട്ടീനെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓൺലൈൻ കോഴ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു സെൻറ്റൻസ്, അതായത് ഓരോ ടെക്നിക്ക് വെച്ചിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ എൻ്റെ സർവീസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹലോ, നെക്സ്റ്റ് ജെൻ സെൻറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് റിഫാന വിശേഷം? നല്ല വിശേഷം. ടീച്ചറാണ്, BRC പഠിപ്പിച്ച ടീച്ചറാണ്. ഈ ടീച്ചറാണ് എന്നെ ഗസ്റ്റ് ആയിട്ട് ഇവിടേക്ക് വിളിച്ചത്. അപ്പം ഞങ്ങളുടെ നാട്ടിലൊരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെൻറ്റർ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് റിഫാനേനെയാണ്. റിഫാന ചെറുതായ സമയത്ത് ഞാൻ റിഫാനേനെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റിഫാന +2 പഠിക്കുന്നു. മിടുക്കിയായിട്ട് ഇപ്പം ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടും നല്ല സൂപ്പറായിട്ട് സംസാരിക്കുന്നു. നല്ലൊരു ബ്ലോഗറാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, നല്ല മിടുക്കി കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിയെ ആണ് എന്തുകൊണ്ടും ഈ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാൻ നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ സെൻറ്ററിലേക്ക് റിഫാനയെ സജസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ റിഫാനയ്ക്ക് എന്ത് തോന്നുന്നു ഈ സെൻറ്ററിനെ കുറിച്ച്? ഈ സെന്റർ തുടങ്ങിയതിന് ഏറ്റവും നല്ലതാണ്. ഒരുപാട് കുട്ടികൾക്ക് കാര്യങ്ങൾ പഠിക്കാനും ബെറ്റർ ആയിട്ടൊക്കെ വരും. ടീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ട്? ടീച്ചറൊക്കെ നല്ല ഹെൽപ്പുള്ള. ഓക്കെ, അപ്പോൾ ഈ സെൻറ്ററിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, റിഫാനയ്ക്ക് ഇനിയും ഒരുപാട് ഇതുപോലുള്ള സെൻറ്ററുകൾ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതുപോലെ നല്ലൊരു ഇൻഫ്ലുവൻസറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.